നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രവാസികൾക്ക് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അത്തരം വാർത്ത കേട്ട സമയത്ത് പ്രവാസികൾ സവിശേഷമായി അനുഭവിക്കുന്ന ചില നിയമപരമായ ക്രമസമാധാനപരമായ ചില പ്രശ്നങ്ങൾക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത് അവരുടെ ജീവിതത്തെ, തൊഴിലിനെയൊക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ക്ലൂസീവായിട്ടൊരു പോലീസ് സ്റ്റേഷൻ എന്ന ഒരു സംവിധാനം ഏറ്റവും അനിവാര്യവും അത്യന്താപേക്ഷിതവുമാണ്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു പോളിസി ഡിസിഷൻ നമ്മുടെ സർക്കാർ എടുക്കാൻ പ്രേരണയായത് ലോക കേരള സഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടതിലൂടെയാവണം എന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിച്ച ലോക കേരള സഭ എന്ന സങ്കല്പത്തിന് അതിയായ പ്രസക്തിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മലയാളി ഇന്ന് എത്താത്ത സ്ഥലം ലോകത്ത് കുറവാണ്. അതിശയോക്തിപരമല്ല എങ്കിൽ കൂടി പറയാം, ഉത്തര കൊറിയയെ മാറ്റി നിർത്തിയാൽ ലോകത്ത് ഇന്ന് അംഗീകരിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് 2018 വിഭാവനം ചെയ്ത ലോക കേരള സഭ എന്ന സങ്കല്പത്തിന് അതിയായ പ്രസക്തിയുണ്ട്. എന്താണ് ലോക കേരള സഭ? ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിലുള്ള മലയാളികളെ ജന്മദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംഘടനാ രൂപത്തെയാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. അത് നമ്മുടെ അസംബ്ലി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഏതാണ്ട് പ്രതീകാത്മകമായി തുല്യത കൈവരിക്കുന്ന ഒരു പ്രവാസി സംഘടനയാണ്. കേവലം പ്രവാസികളെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, സംസ്ഥാനത്തുള്ള MLA-മാർ, MP-മാരൊക്കെ ആ സഭയുടെ, മന്ത്രിമാർ എല്ലാം ഈ ആ സഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അത്തരം ഒരു സംരംഭത്തിൻ്റെ റിലവൻസ് എന്താണ്, പ്രാധാന്യം എന്താണ്? അത് നമ്മുടെ പോളിസി പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളിലുള്ള പങ്കാളിത്തം, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയാം നോൺ മെമ്പർ അസംബ്ലി, അല്ലെങ്കിൽ അസംബ്ലിയിൽ മെമ്പർ അല്ലെങ്കിൽ കൂടി അതിന് പുറത്ത് അത്തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായ ഒരു സഭ ഉണ്ടാകുന്ന സമയത്ത് ആ സഭയിൽ എന്ത് ചെയ്യുന്നു? ഇത്തരം കാര്യങ്ങൾ, നയപരമായ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, സാമൂഹിക കാഴ്ചപ്പാടുകളെക്കുറിച്ച് വ്യക്തമായ നയപരമായ രൂപീകരണം നടത്താനുള്ള അവസരം നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും അവർ കേരളത്തിന് പുറത്ത് ജീവിക്കേണ്ടി വരുന്നത് അവരുടെ സ്വന്തം കുറ്റം കൊണ്ടല്ല, മറിച്ച് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ, അവസരങ്ങളിൽ ഊന്നി തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനാണ് ഓരോ മലയാളിയും പ്രവാസിയാകുന്നത്. അതുകൊണ്ട് തന്നെ അവന് സ്വന്തം നാടിൻ്റെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം കിട്ടുക എന്നുള്ള പറഞ്ഞാൽ അവനെ സംബന്ധിച്ചോളം അതൊരു അവിസ്മരണീയ അനുഭവമാണ്. അപ്പോൾ ആ രൂപത്തിലാണ് കാണേണ്ടത്. മറ്റൊരു കാര്യം എന്താണ്? എക്കണോമിക് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, അവരുടെ സാമ്പത്തികപരമായും അതേപോലെ അവരുടെ ഭൗതിക ശേഷിപരമായുള്ള മൂലധനത്തെ ഉപയോഗിക്കുക എന്നുള്ളത് അത് പല മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയും, IT-യിൽ ഉപയോഗിക്കാൻ പറ്റും, വിനിമയ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കാൻ പറ്റും, ഹെൽത്ത് കെയറിൽ, ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റും, വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള പല മേഖലകളിലും നമുക്ക് പ്രവാസികളുടെ താല്പര്യങ്ങളെ, അല്ലെ അവരുടെ ഭൗതിക സാമ്പത്തിക പങ്കാളിത്തത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രവാസി വെൽഫെയർ, പ്രവാസികളുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പല രാജ്യങ്ങളും പല നിയമപരമായ പ്രശ്നങ്ങളും
അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന നിദാഖത്ത് പോലുള്ള ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന നിദാഖത്ത് പോളിസി പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ അവിടെ നിന്നുള്ള പ്രവാസികളെ തദ്ദേശീയവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചുവിടുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥകളൊക്കെ ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണാനും ഉള്ള ഒരു വേദി എന്ന നിലയ്ക്ക് ലോക കേരള സഭയ്ക്ക് അതിയായ പങ്കുണ്ട്. മറ്റൊന്ന് എന്താണ്? നമ്മുടെ സാംസ്കാരികപരമായ ബന്ധമാണ്. അതായത് ലോകത്തെവിടെ മലയാളി ജീവിക്കുന്നവോ അവനുമായിട്ട് കണക്ട് ചെയ്യുക, കൾച്ചറലി അവനുമായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ മലയാളം അല്ലെങ്കിൽ മലയാളി എന്നുള്ള ആ ഉപദേശീയതയെ ഇന്റർനാഷണലൈസ് ചെയ്യുക, ആഗോളവൽക്കരിക്കുക, സാർവദേശീയവൽക്കരിക്കുക. മലയാളി എന്ന ബോധം ഒരു ആഗോള സ്പിരിറ്റായിട്ട് വളർത്തിയെടുക്കുക. ലോകത്തേത് നാട്ടിൽ മലയാളി ഉണ്ടായാലും പരസ്പരം കണക്ട് ചെയ്യാൻ, പരസ്പരം ബന്ധപ്പെടാൻ, പരസ്പരം നാടുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട വശം എന്ന് നമ്മൾ പറയാം. അപ്പം ഇങ്ങനെ എല്ലാ തലത്തിലും നോക്കുകയാണെങ്കിൽ ലോക കേരള സഭ എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയപരമായി രൂപപ്പെടുത്തിയ ഒരു ആശയമാണ്. പക്ഷേ 18-ന് ശേഷം എല്ലാ വർഷവും ഏതാണ്ട് ലോക കേരള സഭയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, തീരുമാനത്തിലെത്തുന്നുണ്ട്. ഇത്തരം തീരുമാനങ്ങളുടെ പ്രതിഫലനങ്ങൾ ഇപ്പം കിഫ്ബി പോലുള്ള നമ്മുടെ ബഡ്ജറ്റിന് പുറത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു എക്കണോമിക് മെക്കാനിസത്തെ പോലും പ്രോജ്വലമാക്കാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയും. കേരളം കഴിഞ്ഞ 10 വർഷം നേടിയ മാറ്റങ്ങൾക്ക് പിന്നിൽ ലോക കേരള സഭയുമുണ്ട് എന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം നയങ്ങൾ, ഇത്തരം സർഗാത്മക നയങ്ങളെ പിന്തുണയ്ക്കുക എന്നുള്ള പ്രധാനമാണ്. ആ സർഗാത്മക നയങ്ങൾക്ക് തുടർച്ചയുണ്ടാകുക എന്നുള്ള പ്രധാനമാണ്. എന്തുകൊണ്ട് LDF തുടരണമെന്ന് പറഞ്ഞാൽ ഇത്തരം വളരെ ക്രിയേറ്റീവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമല്ല, അതിൻ്റെ എക്സിക്യൂഷനും സാധിക്കുന്ന ഒരു ഭരണക്രമം രൂപപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് LDF തുടരണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പം പ്രവാസികൾക്ക് ഏറ്റവും പ്രവാസി ഫ്രണ്ട്ലി ആയിട്ടുള്ള സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ പിന്തുണയും നിർദ്ദേശങ്ങളും എല്ലാം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ സർക്കാരിൻ്റെ തുടർച്ചയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഓക്കെ, ബൈ.